ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും ടെല്ല പി എസ് സിയുടെ പ്രൊജക്ട് 5 സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളിത് ഓൾറെഡി ആപ്പിൽ ചെയ്തിട്ടുള്ള കുറച്ച് ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളാണ്. അതായത് ആറ്റം ഘടന, പീരിയോഡിക് ടേബിള്, അതുപോലുള്ള കുറച്ച് ഏരിയയിൽ നിന്നുകൊണ്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. എന്തായാലും ഒരു 15 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ 15 ചോദ്യങ്ങളിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ക്ലാസ്സുകൾ കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും വിട്ടുപോകരുത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മൂലകങ്ങളുടെയും സംയുക്തങ്ങളെയും കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അതിൽ ശരിയായത് തെറ്റായതാണെന്ന് ചോദിക്കുക. ശരിയായ പ്രസ്താവനകളാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് 1 by 1 ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് അത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊക്കെ നോക്കിപ്പോൾ ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഒരേ ഇനം മാറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായ ശുദ്ധപദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. ശരിയാണോ? അതെ, ഒരേ ഇനം മാറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ശുദ്ധപദാർത്ഥങ്ങളെയാണ് നമ്മൾ വിളിക്കുക മൂലകങ്ങൾ എന്ന് വിളിക്കുക. അടുത്തത്, മൂലകങ്ങളെ രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? മൂലകങ്ങളെ രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കില്ല. ഹൈഡ്രജൻ എന്ന് പറയുന്നൊരു മൂലകമാണ്. ഇതിനെ രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരി തന്നെയാണ്. അടുത്ത, സംയുക്തങ്ങൾ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധ പദാർത്ഥങ്ങളാണ്. ശരിയല്ലേ? രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നിട്ടാണ്, ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നിട്ടാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അടുത്ത, സംയുക്തങ്ങളെ രാസപ്രവർത്തനത്തിലൂടെ ഘടക മൂലകങ്ങളാക്കി മാറ്റാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ശരിയാണ്. ഫോർ എക്സാമ്പിൾ, H2O എന്ന് പറയുന്ന ഒരാളെ ഒരു റിയാക്ഷൻ വഴി നമുക്ക് Hഉം Oയും ആക്കി മാറ്റാൻ പറ്റുമോ? പറ്റും കേട്ടോ. കാരണം നമ്മുടെ ഹൈഡ്രോലിസിസ് എന്ന് പറയുന്നൊരു പ്രോസസ് ഉണ്ട്. വൈദ്യുതി കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇവർ H2O എന്നുള്ളത് ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും ഒക്കെ ആയിട്ട് മാറും. ഇക്വേഷൻ ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ രണ്ടിടത്ത് ഒരു 2 വേണം. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിയില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ഇവിടെ നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ്. 1, 2, 3 എന്നിവ മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. സോ നമുക്ക് ഓപ്ഷൻ ബി 1, 2, 3 എന്നിവ മാത്രം എന്നുള്ളത് ആൻസറായിട്ട് കൊടുക്കാം. ഉത്തരം ശരിയാക്കിയവരുണ്ടല്ലോ അല്ലേ? അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ശരിയായവ നമുക്ക് മാർക്ക് ചെയ്ത് പോവാം. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അന്റോണിയോ ലാവോസിയാണ്. ശരിയല്ലേ? ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് അന്റോണിയോ ലാവോസിയാണ്. രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ പറയണം, അത് റോബർട്ട് ബോയിലാണ്. എന്നാൽ പുരാതന രസതന്ത്രത്തിന്റെ പിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്വാ റീജിയൊക്കെ കണ്ടുപിടിച്ച ആ ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അടുത്തത്, ലാവോസിയെ മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു. ശരിയാണോ? അതെ, മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ചുകൊണ്ട് രസതന്ത്രത്തിലെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാണ് ലാവോസിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാവോസിയറുമായി ബന്ധപ്പെട്ട് നമ്മൾ പല പോയിന്റുകൾ പറയാറുണ്ട്. കൂട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഹൈഡ്രജനും ഓക്സിജനും പേര് കൊടുത്ത ആരാണ്? ലാവോസിയർ ആണ് കേട്ടോ. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ഹെൻറി കാവൻഡിഷ് ആണ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണ്. എന്നാൽ ഹൈഡ്രജനും ഓക്സിജനും അതിന് പേര് കൊടുത്ത ആരാണ്? ലാവോസിയർ ആണ്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉണ്ടാക്കുന്നതെന്നും ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥം ആസിഡിനെ ഉണ്ടാക്കുന്നതെന്നും ഒക്കെയാണെന്നുള്ള ഓർത്ത് വെച്ചേക്കണം. എല്ലാ ആസിഡുകളിലുള്ള മൂലകം ഏതാണ്? അത് ഹൈഡ്രജൻ ആണ് കേട്ടോ. എല്ലാ ആസിഡിലുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. എന്നാൽ ആസിഡിനെ ഉണ്ടാക്കുന്നത് എന്ന അർത്ഥമുള്ള പേര് കിട്ടിയത് ആർക്കാണ്? അത് ഓക്സിജൻ ആണ്. അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം, വേർതിരിച്ച് പഠിച്ച് വെച്ചേക്കണം കേട്ടോ. അടുത്തതിലേക്ക് കടക്കാം. അടുത്ത, മൂലകങ്ങളെ ത്രികങ്ങളായി വർഗീകരിച്ചത്, ട്രയാഡ് അഥവാ ത്രികങ്ങളായിട്ട് വർഗീകരിച്ചത് ഡോബർ റൈനർ ആണെന്ന് പറയുന്നത്. ശരിയാണോ? അത് ശരിയാണ് കേട്ടോ. മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന് പറയുന്ന ട്രയാഡുകളായിട്ട് 3 മൂലകങ്ങൾ വീതമുള്ള ബോക്സുകളായിട്ട് വർഗീകരിച്ച് അല്ലെ. എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മുടെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അല്ലെ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇതൊരു ത്രികത്തിന് അല്ലെങ്കിൽ ഒരു ട്രയാഡിന് എക്സാമ്പിൾ ആണ്. വേറെ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മുടെ അയൺ, കൊബാൾട്ട്, നിക്കല് അല്ലെ. ഇതൊക്കെ അതുപോലെ നമ്മുടെ 17ാമത്തെ ഗ്രൂപ്പിലുള്ള ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ്റെ അകത്തുള്ള ക്ലോറിൻ, ബ്രോമിൻ, അയഡിനൊക്കെ ത്രികങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ആളുകളാണ്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത, മൂലകങ്ങളെ അഷ്ടകങ്ങളായിട്ട് അല്ലെങ്കിൽ ഒക്ടേവ്സ് ആയിട്ട് വർഗീകരിച്ചത് ന്യൂലാൻസ് ആണ്. അല്ലെങ്കിൽ അഷ്ടക നിയമം എന്ന് പറയുന്ന വർഗീകരണം കൊണ്ടുവന്നവരാണ്? ന്യൂലാൻസ് ആണ്. അതും ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. രസതന്ത്രത്തിലെ സംഗീതം എന്നറിയപ്പെടുന്ന ഏതാണ്? അഷ്ടക നിയമമാണ്. സോ നമുക്ക് 1, 2, 3, 4 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. സോ ഇവയെല്ലാം ശരിയെന്നുള്ള ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിന് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്തത്, മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ മൂലകങ്ങളുടെ വർഗീകരണത്തിൽ ലോഹം അലോഹം എന്ന് വർഗീകരിച്ചത് ലാവോസിയർ ആണ്. അതിനുശേഷം വരുന്ന ത്രികങ്ങൾ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്ന ഡോബറൈനർ ആണെന്ന് പറഞ്ഞു. ന്യൂലാൻസ് ആണ് ഒക്ടേവിസ് കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടിക വരുന്നത്. മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയെ പറ്റി ഇവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ്? മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസുകളുടെ ആവർത്തന ഫലങ്ങളാണ് എന്നതാണ് മെൻഡലിയേഫിന്റെ ആവർത്തന നിയമം എന്ന് പറയുന്നത്. ശരിയാണോ?
അതെ, മെൻഡലീയഫിന്റെ ആവർത്തന പട്ടികയിൽ അല്ലെങ്കിൽ മെൻഡലീയഫിന്റെ ആവർത്തന നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ അറ്റോമിക മാസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് അദ്ദേഹം മൂലകങ്ങളെ വർഗീകരിച്ചത്. ആരോഹണമാണോ അവരോഹണമാണോ? കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്ക്. ആരോഹണം തന്നെയാണ്, എല്ലാ കേസുകളും ആരോഹണം തന്നെയാണ് വർഗീകരണത്തിൽ വന്നിരിക്കുന്നത്. അവരോഹണത്തിലാണ് വർഗീകരിച്ചിരിക്കുന്നത് എന്നൊരു ഓപ്ഷൻ ഇതിനു മുമ്പ് എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ അതിൽ ആരോഹണം അവരോഹണം എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട, എല്ലാവരും ആരോഹണ ക്രമത്തിൽ തന്നെയാണ് വർഗീകരിച്ചിരിക്കുന്നത്. അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കായി അദ്ദേഹം പട്ടികയിലെ കളങ്ങൾ ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. ശരിയാണ് കേട്ടോ. നമ്മുടെ അലൂമിനിയത്തിന്റെ താഴത്ത് പിന്നീട് നമ്മളുടെ ഒരു മൂലകം കണ്ടെത്തുന്നു, അതിനെ ഏക അലൂമിനിയം എന്നൊക്കെ അദ്ദേഹം വിളിക്കുകയുണ്ടായി. ഏക അലൂമിനിയം എന്ന് അദ്ദേഹം വിളിച്ച മൂലകത്തെ പറ്റി അദ്ദേഹം എന്ത് പറഞ്ഞു? ആ മൂലകം ഞാൻ എൻ്റെ അല്ലെങ്കിൽ ഇതെൻ്റെ കയ്യിലെടുത്താൽ ഇത് ഉരുകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ മൂലകം ഇന്നത്തെ ആരാണ്? ഇന്നത്തെ ഗാലിയമാണ് അല്ലേ. അപ്പോൾ ഗാലിയത്തെ മെന്റലിയെ പിടിച്ച പേരാണെന്ത്? ഏക അലൂമിനിയം എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ സിലിക്കണിന്റെ താഴത്ത് പിന്നീട് കണ്ടെത്താൻ പോകുന്ന മൂലകം ഏക സിലിക്കൺ എന്ന് അദ്ദേഹം വിളിച്ചു. അത് ഇന്നാരാണ്? അത് ജെർമേനിയം ആണെന്ന് കൂടി ഒന്ന് ഓർത്തേക്കുക. അടുത്ത ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ശരിയാണോ? അല്ല, ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാൻ മോഡേൺ പീരിയോഡിക് ടേബിളിൽ പോലും കഴിഞ്ഞിട്ടില്ല. മോഡേൺ പീരിയോഡിക് ടേബിൾ ആണെങ്കിൽ തന്നെ എസ് ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ എസ് ബ്ലോക്കിലെ ഫസ്റ്റ് ഗ്രൂപ്പിലാണ് കിടക്കുക. എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോഹങ്ങളാണ് അവിടെ കാണുക. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആൽക്കലി ലോഹങ്ങളാണ്. അപ്പോൾ ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ അവരുടെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി എന്നിവയിൽ നമ്മുടെ ഒന്നാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഒഴികെയുള്ള മൂലകങ്ങൾ നോക്കിയാൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നൊക്കെ പറയുന്ന ഒരു മൃദുലോഹങ്ങളാണ്, സോഫ്റ്റ് മെറ്റൽസ് ആണ്. ആ കൂട്ടത്തിലേക്ക് ഹൈഡ്രജനെ പെടുത്താൻ പറ്റുമോ? ഇല്ല. ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു നോൺ മെറ്റലാണ്, ഒരു അലോഹമാണ്. അവൻ വാതകാവസ്ഥയിലാണ്, ഇവൻ ഖരാവസ്ഥയിൽ പോലും അല്ല കാണപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ ആധുനിക ആവർത്തന പട്ടികയിൽ പോലും ഹൈഡ്രജന് കൃത്യമായിട്ടുള്ള സ്ഥാനം നൽകാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഓപ്ഷൻ 4 തെറ്റാണ്. 1, 2, 3 ഓപ്ഷനുകൾ ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അടുത്ത മൂലകങ്ങളും അവയുടെ ലാറ്റിൻ നാമങ്ങളും ശരിയായിട്ട് ജോഡ് ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പൊട്ടാസ്യത്തിന് കാലിയം എന്നാണ് പേര്, അതിൽ നിന്നാണ് കെ എന്നുള്ള സിമ്പൽ കിട്ടിയത്. ഇരുമ്പ് ഫെറമാണ്, അവിടെ നിന്നാണ് എഫ് എന്നുള്ള സിമ്പിൾ കിട്ടിയത്. അയൺ ഓറം അല്ലെങ്കിൽ ആറം എന്നൊക്കെ എഴുതാറുണ്ട്, അത് AU ആണ് അതിൻ്റെ സിമ്പിൾ. ശരിയാണ്. മെർക്കുറി ഹൈഡ്രാജനമാണ്, HG ആണ് അതിൻ്റെ സിമ്പിൾ. അപ്പോൾ ലാറ്റിൻ നാമം കിട്ടിയ മൂലകങ്ങളെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. AG അർജന്റം എന്ന് പറയുന്നത് സിൽവർ ആണ്, അത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോർത്ത് വെച്ചേക്ക്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഇവയെല്ലാം ശരിയാണ് അല്ലെ, ഓപ്ഷൻസ് എല്ലാം നമുക്ക് ശരിയായിട്ട് കൊടുക്കാവുന്നവയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മൂലകങ്ങൾക്ക് പേര് നൽകിയതുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൂലകങ്ങൾക്ക് പേര് കിട്ടിയ വഴിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. സൂര്യനിൽ നിന്നാണ് ഹീലിയം എന്ന വാക്ക് ലഭിച്ചത്. ശരിയാണോ? അതെ, സൂര്യൻ എന്നുള്ള വാക്കിൽ നിന്നാണ് ഹീലിയം എന്നുള്ള മൂലകത്തിന് പേര് കിട്ടിയത്. ഹീലിയം എന്ന് പറയുന്ന മൂലകം സൂര്യനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് ഹീലിയമായി മാറുന്ന പ്രോസസ്സിലൂടെ, അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് സൂര്യൻ്റെ എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്ത ക്ലോറിൻ എന്ന വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ക്ലോറസ് എന്ന വാക്ക്, ആ ഒരു വാക്കിൽ നിന്നാണ് ക്ലോറിൻ എന്നുള്ള വാക്ക് വരുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം മങ്ങിയ പച്ച എന്നാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത പൊളോണിയം എന്ന മൂലകത്തിന് പോളണ്ട് എന്ന രാജ്യത്തിന്റെ പേരാണ് നൽകിയത്. ശരിയാണ് കേട്ടോ. അടുത്ത ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പേരിൽ നിന്നാണ് ഐൻസ്റ്റീനിയം എന്നുള്ള പേര് വന്നത്. ഇതെല്ലാം ശരിയാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ശരിയാണ്. വേറെ പറയുകയാണെങ്കിൽ മെയ്റ്റിനേറിയം എന്ന് പറയുന്ന മൂലകത്തിന്റെ പേരും ഒരു സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ് വരുന്നത്. ദെൻ റോൺജനീയം ഉണ്ട്, ഫെർമിയം ഉണ്ട്. ഇതെല്ലാം സയന്റിസ്റ്റിന്റെ പേരാണ് അല്ലെ. എക്സ്റേ കണ്ടുപിടിച്ച എന്താ പറയുക, റോൺജന്റെ പേരാണ് നമ്മുടെ റോൺജനീയം എന്ന് പറയുന്ന മൂലകത്തിന് വരുന്നത്. എൻറിക്കോ ഫെർമിയാണ് ഫെർമിയം എന്നുള്ള മൂലകത്തിന് പേര് വരാൻ കാര്യം. മെൻഡലീവിയം എന്ന് പറയുന്ന മൂലകമുണ്ട്. മെൻഡലീയഫിന്റെ പേരിന് ആ ഒരു പേരിൽ നിന്നാണ് മെൻഡലീയഫത്തിന് ആ പേര് ലഭിച്ചത്. അതൊക്കെ ഓർത്ത് വെച്ചേക്കുക. സോ അടുത്തതിലേക്ക് കിടക്കാം. അടുത്ത ജോൺ ഡാൾട്ടന്റെ ആറ്റം സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്, അല്ലാത്ത ഏതാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ശരിയായ പ്രസ്താവനകളാണ് നമുക്ക് കൊടുക്കേണ്ടത്. ദ്രവ്യം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അവിഭാജ്യ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. ശരിയാണോ? അതെ, ദ്രവ്യം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആറ്റങ്ങൾ കൊണ്ടാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ജോൺ ഡാൾട്ടൺ പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, ഒരു മൂലകത്തിന്റെ എല്ലാ ആറ്റങ്ങൾക്കും ഒരേ മാസും ഗുണങ്ങളുമായിരിക്കും അല്ലെ, ഒരേപോലത്തെ പ്രോപ്പർട്ടീസ് ആയിരിക്കും, ഒരേ മാസം ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. രാസപ്രവർത്തനങ്ങളിൽ ആറ്റങ്ങൾ നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല അല്ലെ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരാറ്റം പുതിയതായിട്ട് നിർമ്മിക്കപ്പെടുകയോ അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന ആറ്റം നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് ആര് കൊണ്ടുവരുന്നുണ്ട്? ജോൺ ഡാൾട്ടന്റെ ഈ ഒരു തിയറിയിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്ത, ആറ്റങ്ങൾ വിഭജിച്ച പ്രോട്ടോൺ, ഇലക്ട്രോൺ എന്നിവയാക്കി മാറ്റാം. ശരിയാണോ? സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് വെച്ചാൽ ശരിയാണ്. പക്ഷേ
ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പോയിന്റ് ഇല്ല. ആറ്റം എന്ന് പറയുന്നത് അവിഭാജ്യമായ കണങ്ങൾ കൊണ്ടാണ്, ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇദ്ദേഹം ഈ ഒരു അറ്റോമിക് തിയറി കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിൽ പറയുന്ന കാര്യങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ എന്ന് ചോദിക്കുമ്പോൾ 1, 2, 3 സ്റ്റേറ്റ്മെന്റുകൾ മാത്രമായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. അടുത്ത കാഥോഡ രശ്മികളുടെ സവിശേഷതകളെ കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയായത് എന്നുള്ളതാണ് ചോദ്യം. ഈ കാഥോഡ രശ്മികളെ പറ്റിയൊന്നും പഠിച്ചിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ മനസ്സിലാക്കുക, 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ആപ്പിൽ ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. സോ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. കാഥോഡ രശ്മികൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു, ശരിയാണോ? കാഥോഡ രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുക. കാഥോഡ രശ്മി എന്താണെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഒരു വാക്വം ട്യൂബിലേക്ക് നമ്മൾ 2 ടെർമിനലുകൾ കാണും. ആ 2 ടെർമിനലിലേക്ക് നെഗറ്റീവും പോസിറ്റീവും നമ്മൾ ടെർമിനലുകൾ ഘടിപ്പിക്കുകയാണ്. അങ്ങനെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് സഞ്ചരിച്ച ചില കിരണങ്ങളെയാണ് നമ്മൾ വിളിക്കുക കാഥോഡ് കിരണങ്ങൾ എന്ന് വിളിക്കുക. ഇതിനകത്തൊരു വാതകമൊക്കെ നിറയ്ക്കും. എന്നിട്ട് അതിൻ്റെ പ്രഷർ വളരെയധികം കുറയ്ക്കുന്ന സമയത്താണ് അവിടെ വൈദ്യുതി കടന്നു പോകുന്നതായിട്ട് കാണുന്നത്. ആ സമയത്താണ് ചില കിരണങ്ങൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്നതായിട്ട് കണ്ടത്. നെഗറ്റീവ് ടെർമിനലിനെ നമ്മൾ കാഥോഡെന്നാണ് വിളിക്കുക. അപ്പോൾ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകുന്ന ആ കിരണങ്ങൾ നമ്മൾ വിളിച്ച പേരാണെന്ത്? കാഥോഡ് രശ്മികൾ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വ്യക്തമായ നിഴല് കണ്ടപ്പോൾ മനസ്സിലായി ആ രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് മനസ്സിലായി. അടുത്ത ഇവയുടെ പാതയിൽ ഒരു പെഡൽ വീല് വെച്ചപ്പോൾ അത് കറങ്ങുന്നു. ഇതിൽ നിന്നും രശ്മികൾക്ക് മാസ് ഉണ്ടെന്ന് കേട്ടോ, മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ ഒരു ഈ കറങ്ങുന്ന ഇവിടെ ഈ ഒരു രശ്മികൾ പോകുന്ന പാതയിൽ ഒരു കറങ്ങുന്ന ഒരു പെഡൽ വെച്ചപ്പോൾ ആ പെഡലിലേക്ക് വന്ന് രശ്മികൾ ഇടിക്കുമ്പോൾ ആ പെഡൽ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് കണ്ടു. എന്ന് വെച്ചാൽ ആ വന്ന് ഇടിച്ച രശ്മികളിലെ കണികകളുണ്ട്, ആ കണികകൾക്ക് മാസ് ഉണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? കാഥോഡ് രശ്മികൾക്ക് പോസിറ്റീവ് ചാർജ് ആണുള്ളത്, ശരിയാണോ? അല്ല, കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ആണുള്ളത്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് വന്ന ഈ കാഥോഡ് രശ്മികളുടെ ചാർജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ പോസിറ്റീവും നെഗറ്റീവും കൊണ്ട് വെച്ചപ്പോൾ അവർ പോസിറ്റീവ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. എന്ന് വെച്ചാൽ പോസിറ്റീവ് സൈഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടാൽ ആ കിരണങ്ങൾക്ക് നെഗറ്റീവ് ചാർജ് ആണുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ഡിസ്ചാർജ് ട്യൂബിലെ വാതകം മാറ്റിയാൽ കാഥോഡ് രശ്മികളുടെ സ്വഭാവം മാറുന്നില്ല, ശരിയാണ് അല്ലേ? വാതകം പല വാതകങ്ങളും മാറ്റി നോക്കിയപ്പോഴും അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ നമ്മുടെ ടെർമിനലിലുള്ള അല്ലെങ്കിൽ കാഥോഡിലെയും ആനോഡിലെയൊക്കെ ലോഹം മാറ്റി നോക്കിയപ്പോഴൊന്നും അതിൽ വാതകത്തിൻ്റെ മാറ്റത്തിൽ ഒന്നും അവിടെ ഈ പറയുന്ന രശ്മികളുടെ പ്രോപ്പർട്ടീസിന് മാറ്റമൊന്നും ഉണ്ടായില്ല. എന്ന് വെച്ചാൽ ആ കിരണങ്ങളിലെല്ലാം ഉള്ളത് കോമൺ ആയിട്ടുള്ള കണികകളാണെന്ന് മനസ്സിലായി. ആ കണികകളാണെന്ന് ഇലക്ട്രോണുകളെന്ന് പിന്നീട് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ജെ തോമസനാണ് ഇലക്ട്രോണുകളാണ് ആ കണികകളെന്ന് കണ്ടെത്തുന്നത്. സോ ഇതായിരുന്നു നമ്മുടെ ആൻസർ. 1, 2, 3 സ്റ്റേറ്റ്മെന്റ് 1, 2, 4 സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്. സോ 1, 2, 4 അല്ലെ, ഓപ്ഷൻ എ 1, 2, 4 ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. അടുത്ത ചോദ്യം, റുദർഫോർഡിന്റെ ആൽഫ കണ പരീക്ഷണം അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നൽകുന്ന നിഗമനങ്ങൾ. ആ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിൽ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം എന്തൊക്കെ കൺക്ലൂഷനിലാണ് എത്തിച്ചേർന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ഗോൾഡ് ഫോയിലിലേക്ക് ഗോൾഡ് ആറ്റത്തിന്റെ നടുക്കോട്ട് ആൽഫ പാർട്ടിക്കിളിനെ ഇടിച്ച് കയറ്റിക്കൊണ്ടായിരുന്നു ഈ എക്സ്പെരിമെന്റ്. ആ എക്സ്പെരിമെന്റ് നടന്നപ്പോൾ ആറ്റത്തിന്റെ ഭൂരിഭാഗവും സ്ഥലവും ശൂന്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായോ? അതെ, ആറ്റത്തിന്റെ ഭൂരിഭാഗം എന്താ തന്നെ ശൂന്യം തന്നെയാണ്. ആറ്റത്തിന്റെ മധ്യഭാഗത്ത് പോസിറ്റീവ് ചാർജുള്ള ഒരു കേന്ദ്രമുണ്ട്, ശരിയാണോ? അതെ, മധ്യഭാഗത്ത് പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ട്, അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അതുകൊണ്ടാണ് ചില കിരണങ്ങൾ ഡിഫ്ലക്ട് ചെയ്യുകയും ചില കിരണങ്ങൾ വളരെ ചുരുക്കം ഒരു 1/20,000 മാത്രം നേരെ ഓപ്പോസിറ്റ് 180 ഡിഗ്രിയിൽ ഡിഫ്ലക്ട് ചെയ്യുകയും ചെയ്തെന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ആറ്റത്തിന്റെ ആകെ മാസം പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു, ശരിയാണ്. ആറ്റത്തിന്റെ മാസം മൊത്തം ന്യൂക്ലിയസിലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ പോസിറ്റീവ് ചാർജ് ആണുള്ളതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനെന്ത് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത, ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും നിശ്ചിത ഊർജ്ജ നിലകളിൽ കറങ്ങുന്നു. അതായത് ന്യൂക്ലിയസ് ഇവിടെ നടക്കുന്നുണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ നിശ്ചിത ഊർജ്ജ നിലയിൽ കറങ്ങുന്നതെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആക്ച്വലി മനസ്സിലാക്കുക, നമ്മുടെ റുദർഫോർഡിന്റെ ആറ്റം മോഡൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇലക്ട്രോണുകൾ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതാണ്. അവിടെ നിശ്ചിത ഊർജ്ജ നിലകൾ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല. ഓക്കെ, നിശ്ചിത ഊർജ്ജ നിലകൾ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇവിടെ വന്നിട്ടില്ല. ആറ്റത്തിന് ചുറ്റും ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കിടന്ന് കറങ്ങുന്നെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഈ കറങ്ങുന്ന ഇലക്ട്രോണുകൾക്ക് എനർജി ലോസ് ഉണ്ടാകുമെന്നും ഈ മോഡൽ തെറ്റാണ് എന്നും വന്നതിനെ തുടർന്നിട്ടാണ് നീൽസ് ബോർ പറയുന്നത് അവിടെ ആറ്റങ്ങൾ ഒരൊറ്റ ഓർബിറ്റല്ല, ഒറ്റ ഷെല്ലിലല്ല കറങ്ങുന്നത്, നിശ്ചിത ഊർജ്ജ നിലകളിലാണ്, ഡിഫറെൻ്റ് ഊർജ്ജ നിലകളിലായിട്ടാണ് കറങ്ങുന്നതെന്ന് നീൽസ് ബോർ ആണ് പിന്നീട് പറയുന്നത്. ഓക്കെ, സോ ആ സ്റ്റേറ്റ്മെന്റ് ഇവിടെ
തെറ്റാണ്. ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിഗമനങ്ങളിൽ അത് വരുന്നില്ല. സോ 1, 2, 3 സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അടുത്ത ബോർ ആറ്റം മാതൃക പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് മൊത്തം ഒന്ന് വായിക്കാം, ശരിയും തെറ്റും ഒന്ന് ഓർഡർ ആക്കാം, എന്നിട്ട് ഓപ്ഷനിലേക്ക് പോകാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റലുകളുടെ ഊർജ്ജം കൂടുന്നു എന്നാണ്. ശരിയാണ്. അതെ, ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും, അതായത് ജസ്റ്റ് ഒന്ന് പറയാനാണെങ്കിൽ ഇപ്പോൾ ഇത് ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. ന്യൂക്ലിയസിന്റെ അകത്ത് ഈ ന്യൂക്ലിയസിന് ചുറ്റും പല ഓർബിറ്റലുകൾ KLMN എന്നൊക്കെ പറഞ്ഞുള്ള ഓർബിറ്റലുകളുണ്ട്. ഇതിൽ ഏറ്റവും അകത്തുള്ളതിന് എന്തായിരിക്കും? ഊർജ്ജം കുറവായിരിക്കും. പുറത്തേക്ക് പോകുന്നതോടെ എന്ത് ചെയ്യുന്നുണ്ട്? ഊർജ്ജം കൂടി വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങേയറ്റത്തെ എനർജി വളരെ കൂടുതലായിരിക്കും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അടുത്ത, ഒരു നിശ്ചിത ഓർബിറ്റിലേക്ക് കറങ്ങുന്നിടത്തോളം ഇലക്ട്രോണിന് ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നില്ല. അതും ശരിയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായിരുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലാസ്റ്റ് വേണ്ടി നോക്കാം. ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം ആഗിരണം ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ, ഈ ഒരു ഓർബിറ്റിൽ നിന്ന് ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിൽ ഇതിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഊർജ്ജം ആഗിരണം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനർജി കുറയുകയാണ് വേണ്ടത് അല്ലേ? എനർജി കുറഞ്ഞാലേ കുറഞ്ഞ ഊർജ്ജ നിലയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ എനർജി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എനർജി ആഗിരണം ചെയ്യുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എനർജി റിലീസ് ചെയ്യുകയാണ്, നഷ്ടം ആവുകയാണ്, നഷ്ടപ്പെടുകയാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. സോ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ നമുക്ക് വേണ്ട തെറ്റായ പ്രസ്താവന എന്നാണ്. സോ 4 മാത്രം, ഓപ്ഷൻ ബി 4 മാത്രം തെറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അടുത്തത്, താഴെ നൽകിയിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രജ്ഞന്മാരും ശരിയായിട്ട് ജോഡി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയ റോബർട്ട് മില്ലിഗനാണ്. ശരിയല്ലേ? ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന എക്സ്പെരിമെന്റ് വഴി ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് തന്നെ മില്ലിഗൻ ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത, പ്രോട്ടോൺ കണ്ടെത്തിയ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ശരിയാണ്. ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് വഴി ഏണസ്റ്റ് റുദർഫോർഡ് ആണ് പ്രോട്ടോണും ആറ്റത്തിന്റെ ന്യൂക്ലിയസും സോളാർ സിസ്റ്റം മോഡൽ ഓഫ് ആറ്റവും ഒക്കെ കൊണ്ടുവരുന്നത് കേട്ടോ. അടുത്ത, ന്യൂട്രോണിനെ കണ്ടെത്തിയ ജെയിംസ് ചാഡ്വിക് ആണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ന്യൂട്രോണിനെ കണ്ടെത്തിയ ആര് തന്നെ? ജെയിംസ് ചാഡ്വിക് ആണ്. ഓക്കെ. അടുത്ത, കനാൽ രശ്മികൾ കണ്ടെത്തുന്ന ഒയ്ഗൻ ഗോൾഡ്സ്റ്റൈൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. കനാൽ രശ്മികൾ കണ്ടെത്തിയ ആരാണ്? ഗോൾഡ്സ്റ്റൈൻ ആണ്. കനാൽ രശ്മികൾ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കാഥോഡ് ടു ആനോഡ് പോകുന്ന കാഥോഡ് റേസിനെ പരിചയപ്പെട്ടു. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് പോകുന്ന രശ്മികളാണെന്ത്? ഈ പറയുന്ന കനാൽ രശ്മികൾ എന്ന് പറയുന്നത്. അവയ്ക്ക് പോസിറ്റീവ് ചാർജ് ആണുള്ളത്. പക്ഷെ അവരുടെ കേസിൽ വാതകം മാറുമ്പോൾ അവരുടെ ഈ പറയുന്ന കനാൽ രശ്മികളുടെ മാസിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്, ചാർജിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചേക്കും. കാരണം അവിടെ ന്യൂക്ലിയസിലുള്ള കണമായിട്ടുള്ള പ്രോട്ടോണുകളാണ് വരുന്നത്. ഓരോ ആറ്റത്തിലും പ്രോട്ടോണുകളുടെ എണ്ണത്തിൽ വേരിയേഷൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അത് വരുന്നത്. സോ തന്നിരിക്കുന്നതിൽ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. അടുത്ത, ക്വാണ്ടം സംഖ്യകളെ കുറിച്ചുള്ള താഴെ പറയുന്ന വിവരങ്ങൾ ശരിയായിട്ട് ജോഡി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമെട്രിക് ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ഷെല്ലുകളെ സൂചിപ്പിക്കുന്നു. ശരിയാണോ? അതെ, n എന്ന് പറയുന്ന ഷെല്ലുകളെ തന്നെയാണ് സൂചിപ്പിക്കുക. അത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ L ഓർബിറ്റൽ ആകൃതി നിലനിർത്തുന്നു അല്ലെങ്കിൽ നിശ്ചയിക്കുന്നു. ശരിയല്ലേ? ഓർബിറ്റലിന്റെ ആകൃതിയാണ് അവർ നിശ്ചയിക്കുക. ശരിയാണ്. അടുത്തത്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ML ഓർബിറ്റലുകളുടെ എണ്ണവും അഭിവിന്യാസവും എത്ര ഓർബിറ്റൽ ഉണ്ടാവുന്നു അതിന്റെ ഓറിയന്റേഷനും തീരുമാനിക്കുന്നു. ശരിയല്ലേ? അതും ശരിയാണ്. അടുത്ത, സ്പിൻ ക്വാണ്ടം നമ്പർ ഇലക്ട്രോണിന്റെ കറക്കം സൂചിപ്പിക്കുന്നു. അപ് സ്പിൻ ആണോ ഡൗൺ സ്പിൻ ആണോ എന്നുള്ളത് സൂചിപ്പിക്കും. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇവയെല്ലാം ശരി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്ന ഐസോട്ടോപ്പുകളെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഐസോട്ടോപ്പുകൾ ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. ശരിയല്ലേ? ഒരേ അറ്റോമിക നമ്പറുള്ളതാണ് ഐസോട്ടോപ്പ്. ശരിയാണ്. ഹൈഡ്രജൻ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം ഹെവി വാട്ടർ അഥവാ ഘനജലം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ശരിയല്ലേ? അത് ശരിയാണ്. D2O എന്ന് പറയുന്ന ഘനജലം അവിടെ ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ. അടുത്ത, C12 കാർബൺ 12 ഐസോട്ടോപ്പ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടി കാർബണിന്റെ ഐസോട്ടോപ്പാണ് ഉപയോഗിക്കുക. പക്ഷേ C12 അല്ല, C14 ആണ്. സോ ഓപ്ഷൻ 3 തെറ്റാണ്. അടുത്തത്, അയഡിൻ 131 ചികിത്സ ആവശ്യങ്ങൾ പ്രത്യേകിച്ച് ഗോയിറ്ററിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. ശരിയല്ലേ? ശരിയാണ്. സോ 3 മാത്രമാണ് തെറ്റ്. 1, 2, 4 ശരിയാണ്. ഓക്കെ, നമുക്ക് 1, 2, 4 ശരി എന്നുള്ള ഓപ്ഷൻ ബി കൊടുക്കാം. അടുത്ത, അടിസ്ഥാന കണങ്ങളുടെ ചാർജ് മാസ് സംബന്ധിച്ച് ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോട്ടോണ് പോസിറ്റീവ് ചാർജ് ആണ്, +1 ആണ് ചാർജ്, മാസ് 1 യൂണിറ്റ് ആണ്. ശരിയാണ് അല്ലെ? 1 അറ്റോമിക മാസ് യൂണിറ്റ് ആണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. ശരിയാണ്. -1 ആണ് അതിന്റെ ചാർജ് വരുന്നത്. മാസ് എന്ന് പറയുന്നത് മാസ് 2 മാസം കൊടുത്തിട്ടുണ്ട്, 1 മാസം മതി ഓപ്ഷനിൽ.
മാസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണെന്ന് പറയുന്നത് ശരിയാണ്. 1 അറ്റോമിക മാസാണ് ഇലക്ട്രോണിന്റെ ചാർജ്. അല്ലെ, ഇലക്ട്രോണിന്റെ ചാർജ് നിയർലി 0 ആണ് അല്ലേ. അപ്പോൾ ഇലക്ട്രോണിന് ചാർജ് ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. സോ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ന്യൂട്രോണിന് ഇലക്ട്രോണിന്റെ ചാർജ് അല്ല, ഇലക്ട്രോണിന്റെ മാസ് 0 ആണ്, ഏകദേശം 0 ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, അടുത്ത ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല, ചാർജ് ഇല്ല, മാസ് 1 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ 1, 3 മാത്രമാണ് നമുക്ക് ശരിയായിട്ടുള്ളത്, 2 തെറ്റാണ്. സോ 1, 3 മാത്രം ശരി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരിക. അടുത്ത ആധുനിക ആവർത്തന പട്ടികയുടെ സവിശേഷതകളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് വിന്യസിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നു. ആധുനിക ആവർത്തന പട്ടിക മോഡേൺ പീരിയോഡിക് ടേബിളിലെ അറ്റോമിക മാസ് ആണോ? അല്ല, അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒരേ മൂലകത്തിന്റെ ഐസോട്ടോപ്പുകൾക്ക് ഒരേ സ്ഥാനം തന്നെ നൽകാൻ സാധിച്ചു. ശരിയാണല്ലേ. ഇപ്പൊ നമ്മുടെ പീരിയോഡിക് ടേബിൾ നോക്കി കഴിഞ്ഞാൽ അതിൽ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അവിടെ ഐസോട്ടോപ്പുകളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ക്ലോറിന്റെ ഐസോട്ടോപ്പുകളും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ക്ലോറിന്റെയും കാർബണിന്റെയും ഒന്നും അറ്റോമിക മാസ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കില്ല. അവിടെ ഒരു പോയിന്റ് വരുന്ന നമ്പർ ആയിരിക്കും. അത് ഈ ഐസോട്ടോപ്പുകളുടെ ആവറേജ് എടുത്ത് മാസ് വയ്ക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അടുത്ത ആധുനിക ആവർത്തന പട്ടികയിൽ 18 പീരീഡുകളും 7 ഗ്രൂപ്പുകളുമാണ് ഉള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? 18 പീരീഡുകളും 7 ഗ്രൂപ്പുകളാണോ? അല്ല, 18 ഗ്രൂപ്പുകളും 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളാണ് അല്ലേ. 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളുമാണ് ആധുനിക ആവർത്തന പട്ടികയിലുള്ളത്. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത അറ്റോമിക മാസിന്റെ ക്രമരാഹിത്യം, ഉദാഹരണത്തിന് ആർഗണിന്റെയും പൊട്ടാസ്യത്തിന്റെയൊക്കെ പരിഹരിക്കാൻ സാധിച്ചു. അതായത് തൊട്ട് മുമ്പുണ്ടായിരുന്ന മെൻഡലിയാഫിന്റെ ആവർത്തന പട്ടികയിൽ അറ്റോമിക മാസൊക്കെ ഡിസോർഡർ ആയിരുന്നു. അതൊക്കെ പരിഹരിക്കാൻ ഈ ആറ്റം മോഡലിന് അല്ലെങ്കിൽ ഈ പീരിയോഡിക് ടേബിളിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സോ 2, 4 സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 2, 4 സ്റ്റേറ്റ്മെന്റുകളാണ് ആൻസറായിട്ട് വരിക. അടുത്ത സംക്രമണ മൂലകങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ, ട്രാൻസിഷൻ എലമെന്റ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ശരിയല്ലേ? അത് ശരിയാണ്. ഇവയെല്ലാം അലോഹങ്ങളാണ്. ശരിയാണോ? അല്ല, ഇവയെല്ലാം ലോഹങ്ങളാണ് എന്നുള്ളതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത് ഇവിടെ സംയുക്തങ്ങൾ പൊതുവെ നിറമുള്ളവയാണ്. അതെ, നിറമുള്ളവയാണ് അല്ലെ. കോപ്പർ സൾഫേറ്റ് പോലുള്ള തുരിശ് പോലുള്ള സംഗതി നമുക്കറിയാം. അയൺ തുരുമ്പിച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക, ഒരു റെഡ് ഷെയ്ഡാണ് അതിനുള്ളത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഇവയെല്ലാം നിറമുള്ള സംയുക്തങ്ങളാണ് ഉണ്ടാക്കുക. മിക്കവാറും എല്ലാം നിറമുള്ള സംയുക്തങ്ങളാണ് ഉണ്ടാക്കുക. ഇവയെ ഉൾപ്രേരകങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്. ശരിയാണല്ലോ, ഉൾപ്രേരകങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്. സോ നമുക്ക് 1, 3, 4 ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ ഓപ്ഷൻ സി 1, 3, 4 എന്നിവ മാത്രമാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. സോ അത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചർച്ച ചെയ്യാനായിട്ട്. ക്ലാസ് കൊള്ളാമെങ്കിൽ ലൈക്കുന്ന കാര്യം വിട്ടുപോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ദെൻ ആപ്പിൽ ജോയിൻ ചെയ്യുക. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. കെമിസ്ട്രി മാത്രമല്ല, ബാക്കി എല്ലാ സബ്ജക്റ്റുകളുടെയും ക്ലാസ്സുകൾ അവിടെ കൃത്യമായിട്ടും എന്താ പറയുക, സിലബസ് അനുസരിച്ച് പോകുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത പുതിയ പോയിന്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പോയിന്റുകൾ നമ്മളവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പോയിന്റുകൾ തന്നെയാണ്. സോ അതുകൊണ്ട് മടിച്ചു നിൽക്കേണ്ട, എത്രയും വേഗം ആപ്പിലേക്ക് ജോയിൻ ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ. താങ്ക് യു.